നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് ചിലപ്പോൾ സാറിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. എങ്കിലും സത്യം അതാണ്. എൻ്റെ സ്നേഹയുടെ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവരാ സച്ചി സാറും സന്ദീപ് സാറും അർച്ചന മാഡം ഒക്കെ. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെ അവർ പലതും ചെയ്തു കഴിഞ്ഞു. അതൊക്കെ വിജയിക്കാത്തത് കൊണ്ട് അവരുടെ പുതിയ പദ്ധതിയായത്. ഹലോ, സച്ചി അവിടെ ഉണ്ടോ? എപ്പോ? ഏയ്, ഒന്നുമില്ല. അവൻ വരികയാണെങ്കിൽ അത്യാവശ്യം ഒന്ന് വിളിക്കാൻ പറയണം. ശരിയെന്നാ. അവനവിടെ ചെന്നിട്ടില്ലെന്ന്. ഞാൻ വിളിച്ചപ്പോ കാറിലായിരുന്നു. സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. മറ്റെവിടേക്കെങ്കിലും പോയാലും എന്നോട് പറയാതെ സച്ചേട്ടൻ പോവില്ല. എനിക്ക് ഉറപ്പാത്. ഇതങ്ങനെയൊന്നും അല്ല. സച്ചേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ല. അർച്ചനേട്ടത്തി, എന്താ ഇത്? സച്ചേട്ടന്റെ ഫോൺ എന്തെങ്കിലും കാരണം കൊണ്ട് ഓഫ് ആയതായിരിക്കും. വിഷമിക്കാനൊന്നുമില്ല, സച്ചേട്ടൻ വരും. ആ അതെ, എനിക്കും അതാ തോന്നുന്നേ. ഓഫീസിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിനിടയില് അവൻ എവിടെ പോവാനാ? അല്ലെങ്കിൽ തന്നെ എന്നും വരികയും പോവാൻ ചെയ്യുന്ന വഴിയില്ലേ. അതിനിടയ്ക്ക് അവനൊന്നും സംഭവിക്കില്ല. അർച്ചന വിഷമിക്കാതിരിക്കാൻ. അർച്ചന മാഡം പറഞ്ഞതുപോലെ എന്തെങ്കിലും അപകടം നടന്നാൽ തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് എപ്പോഴേ കാര്യം പറഞ്ഞനെ. ഈ പേടിക്കുന്നതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവൻ ഇങ്ങോട്ട് വരുമെന്നും എനിക്കുറപ്പുണ്ട്. എന്റെ പ്രശ്നം അതല്ല. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ പോയതുകൊണ്ടാണ്. ഇനി വരുന്ന വഴിക്ക് മറ്റെന്തെങ്കിലും തിരക്കായെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെച്ചിട്ട് വരേണ്ടവനല്ലേ അവൻ. ഇന്ന് അവനല്ലേ നന്ദനോടൊപ്പം ഇവിടെ നിന്ന് എല്ലാം ചെയ്യേണ്ടത്. ഇളയ മോന് വാശി, രണ്ടാമത്തവൻ എന്താണ് പറ്റിയെന്ന് അറിയില്ല. ഇവരെല്ലാരും കൂടി ആരെ തോപ്പിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്? എന്നെയോ അതോ നന്ദനയും സ്നേഹയോ? അച്ഛൻ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. സച്ചി തിരികെ വരുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട്. അവൻ തിരികെ വരികയും ചെയ്യും. അർച്ചന ഇങ്ങനെ കരയരുത്. ഇതാദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. പിന്നെ ഇത്തവണ അർച്ചനോട് പറയാൻ പറ്റി കാണില്ല. അത്രേ ഉണ്ടായിട്ടുണ്ടാവൂ. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നിങ്ങളൊന്നും പറയണ്ട. മറ്റാരേക്കാളും എന്റെ സച്ചേട്ടനെ എനിക്കറിയാം. വേഗം എത്തുമെന്ന് പറഞ്ഞ ആള് ഇതുവരെ ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒന്ന് അന്വേഷിക്കും എന്റെ സച്ചേട്ടൻ എന്താ പറ്റിയെന്ന്. ഏട്ടത്തി വെറുതെ ഓരോ പേടിയോണ്ട് പറയുന്ന അച്ഛ. ഏട്ടൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിവാഹത്തിന് സച്ചേട്ടന് താല്പര്യമില്ലല്ലോ. അപ്പോ ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കുന്നു പേടിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ ടെൻഷൻ ആവാതെ മുറിയിൽ പോയിരിക്കും. സച്ചേട്ടൻ വരുമ്പോ ഞാൻ വന്ന് അച്ഛനോട് പറയാം. നന്ദാ, സച്ചി വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. അത് എത്ര പാതിരാത്രി ആയാലും ശരി. പറയാച്ച.
പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സച്ചി സാർ ഇന്ന് രാത്രി വരില്ല. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ധനുഷ് എന്തായി പറഞ്ഞു വരുന്നത്? പറയാം സർ. ഞാൻ പറയുന്നത് ചിലപ്പോ സാറിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. എങ്കിലും സത്യം അതാണ്. എന്റെ സ്നേഹയുടെ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നവരാ സച്ചി സാറും സന്ദീപ് സാറും അർച്ചന മാഡം ഒക്കെ. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെ അവർ പലതും ചെയ്തു കഴിഞ്ഞു. അതൊക്കെ വിജയിക്കാത്തത് കൊണ്ട് അവരുടെ പുതിയ പദ്ധതിയായത്. സന്ദീപ് സാറിന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നും ആതിര മാഡത്തിന്റെ പ്രസവം കഴിയുന്നതുവരെ വിവാഹം നീട്ടിവെക്കണമെന്നും സച്ചി സാറും അർച്ചന മാഡവും ആവതും പറഞ്ഞു നോക്കി. ജോത്സ്യം പറഞ്ഞ പ്രകാരം അത് നടക്കില്ലെന്നായപ്പോ നമ്മൾ എത്ര പറഞ്ഞിട്ടും സന്ദീപ് സാർ ഇന്ന് വന്നിട്ടില്ല. സച്ചി സാറ് മനഃപൂർവ്വമായിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പൊ കാണാനില്ലെന്നും എന്തോ അപകടം പറ്റിയെന്നും ഒക്കെ അർച്ചന മാഡം വന്ന് കരഞ്ഞു പറയുന്നു. ഇതൊക്കെ അവരെല്ലാം ചേർന്ന് കളിക്കുന്ന ഡ്രാമയാണ് സർ. സർ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടന്നു. അവനെ സാറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഞാൻ വീഡിയോ കോൾ ചെയ്തത്. ധനുഷ്, എന്താ സ്നേഹം? എന്താ ഒരു വെപ്രാളം പോലെ? എന്ത് വെപ്രാളം? എനിക്കൊരു വെപ്രാളമില്ല. എന്താ സ്നേഹം? എന്തിനാ എന്റെ പുറകെ വന്നത്? അവിടെ എല്ലാരും ധനുഷിനെ അന്വേഷിക്കുന്നുണ്ട്. അകത്തേക്ക് വാ. ഞാൻ വന്നേക്കാം. താൻ അകത്തേക്ക് പൊയ്ക്കോ. വേഗം വരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.